ഹലോ, വെൽക്കം ടു DI സൊല്യൂഷൻ. ഈ വീഡിയോയിൽ നമുക്കൊരു ഇൻവോയ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സോഹോ ബുക്സ് ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് കാണാം ഈ ക്വിക്ക് ക്രിയേഷൻ എന്നുള്ള ന്യൂ ഇൻവോയ്സ് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. അല്ലാണ്ടെങ്കിൽ 3 ലൈനിൽ സെയിൽസ് ഇൻവോയ്സസ് ഈ പ്ലസ് ക്ലിക്ക് ചെയ്യാം. ഇൻവോയ്സ് എടുക്കുക. ഫസ്റ്റ് കസ്റ്റമർ നെയിമാണ്. ഇപ്പോൾ നിലവിലുള്ള കസ്റ്റമറാണെങ്കിൽ ഇവിടെ അവരുടെ നെയിം സെർച്ച് ചെയ്യുക. അല്ലാണ്ട് പുതിയൊരു കസ്റ്റമറാണ് ഈ പ്ലസ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ നിന്നൊരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഐറ്റം ചൂസ് ചെയ്യാൻ വേണ്ടി ആഡ് ലൈൻ ഐറ്റംസ് എന്നുള്ളത് കാണാം. നമുക്ക് ഇവിടെ ഐറ്റത്തിൻ്റെ നെയിമോ SKU അല്ലെങ്കിൽ ബാർകോഡ് റീഡ് ആക്കാൻ പറ്റും. അപ്പോൾ ഐറ്റം നെയിം സെർച്ച് ചെയ്യാണ്. നമുക്ക് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യണം. ഇവിടെ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 2 ക്വാണ്ടിറ്റി ആക്കുകയാണ്. നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ ഡിസ്കൗണ്ട് പെർസെൻറ്റേജിലും റുപ്പീസിലും ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. എൻ്റെ ലൈവ് സ്റ്റോക്ക് നമുക്കറിയണം. വ്യൂ സ്റ്റോക്ക് ഡീറ്റെയിൽസ് നോക്കിയാൽ മതി. എൻ്റെ ലൈവ് സ്റ്റോക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ സേവ് ആൻഡ് ന്യൂ എന്നുള്ള കൊടുത്താൽ ഇത് സേവ് ചെയ്തിട്ട് അടുത്തൊരു ഐറ്റം നമുക്ക് ചൂസ് ചെയ്യാനുള്ള പേജ് ഓട്ടോമാറ്റിക് വരും. ഓക്കെ, അടുത്തൊരു ഐറ്റം ചൂസ് ചെയ്തിട്ടുണ്ട്. സേവ് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ആ 2 ഐറ്റം ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഐറ്റംസ് റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് റിമൂവ് ചെയ്യാനും പറ്റും. ഇനി താഴോട്ട് വന്നാൽ ടോട്ടൽ എമൗണ്ട് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് പേയ്മെൻ്റ് ആണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് കിട്ടിയതാണെങ്കിൽ ഇവിടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൽ ഇവിടെ ടിക്ക് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ക്യാഷ് ആണോ മോഡ് നമുക്ക് ക്യാഷ് ആണോ കാർഡാണോ എന്താ ചൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്പ്ലിറ്റ് പേയ്മെൻ്റ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാഷും UPI രണ്ടും തന്നിട്ടുണ്ട്. നമുക്ക് ഈ ആഡ് സ്പ്ലിറ്റ് പേയ്മെൻറ്റ് കൊടുത്തിട്ട് അഡീഷണൽ എന്താണ് തന്നതെന്നുള്ളത് അത് കാണിച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റും. നമുക്കൊരു സ്പ്ലിറ്റ് പേയ്മെൻറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ആഡ് സ്പ്ലിറ്റ് പേയ്മെൻറ്റ് കൊടുക്കുന്ന എമൗണ്ട് ചൂസ് ചെയ്യുക. എത്രയാണോ ക്യാഷിൽ തന്നുള്ളത് ചൂസ് ചെയ്യുന്നത്. ഈ താഴെ കാണാൻ ആഡ് സ്പ്ലിറ്റ് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്താൽ അതുപോലത്തെ ഒരു കോളം കൂടി വരും. ഇപ്പോൾ UPI ആണ് തന്നത്. ഓക്കെ, ബാക്കി എമൗണ്ട് എത്രയെന്നുള്ളത് നമുക്കിവിടെ കാണിക്കണമെന്നുണ്ട്. 630 ആണ് ബാക്കി എമൗണ്ട് കിട്ടാനുള്ളത്. 630 സേവ് ചെയ്യുന്നു. ഇവിടെ മുകളിൽ സേവ് ആസ് ഡ്രാഫ്റ്റ് എന്നുള്ള കൊടുക്കുക. അപ്പോൾ ആ ഒരു ഇൻവോയ്സ് നമുക്കിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പേയ്മെൻറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ ടെംപ്ലേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇത് നമുക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്യാം. വാട്സപ്പ് വഴി സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടുന്ന് വാട്സപ്പ് വഴി സെൻഡ് ചെയ്യുക. അല്ലാണ്ടെങ്കിൽ മെയിൽ അയക്കണം, നമുക്ക് മെയിൽ അയക്കാം. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിലാണ് അവർക്ക് മെയിൽ പോവുക. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ നമ്മളൊരു ഇൻവോയ്സ് ഫോണിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. താങ്ക് യു.